ഹായ്, എല്ലാവർക്കും മാംസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒരു ചെമ്മീൻ വറുത്തരച്ച മീൻകറിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചെമ്മീൻ കറി വെക്കാനാണ് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരല്ലി കറിവേപ്പില, പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി വറുത്തിട്ട് നമുക്ക് കറി വെക്കാം. വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുരുമുളക് ഇട്ട് വെക്കാം, പെരിഞ്ചീരകം, ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൽ കിടന്ന് ഇതായിക്കോളും കുരുമുളക് ജീരകം. അപ്പം തന്നെ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടോളൂ. നമുക്ക് വറുത്തെടുക്കാം. ഒരുവിധം കുറവാണ്. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ വറവായിട്ടുണ്ട് കേട്ടോ. ഇതേ പാകം കണ്ടില്ലേ, ഇതേ പാകത്തിൽ വറുത്തെടുക്കുക. ഒരുവിധം മുരിഞ്ഞ പോലെ ആവണം, എന്നാൽ പച്ചപ്പ് വിടാനും പാടില്ല. ആ രീതിയിൽ വറുത്തെടുക്കുക. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ കറി വെക്കാനാണ്. അപ്പോൾ ഇവിടെ ഞാൻ അരഭാഗം മുരിങ്ങക്കായുടെ അര എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ചെമ്മീൻ കറി വെക്കാനാണ്. അപ്പോൾ ഇത് വേവിക്കാൻ വെക്കുകയാണേ. ഇത് കുറച്ചൊന്ന് വേവട്ടെ, മുളകൊക്കെ സെറ്റ് ആവട്ടെ അതിൻ്റെ കൂടെ. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ് വെന്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. വാർപ്പത്ത് വയ്ക്കാം കേട്ടോ. ഇതാണ് തേങ്ങ വറുത്തരച്ച് ഒഴിച്ചത്. അതിൻ്റെ കൂടെ നമുക്ക് ഈ മുരിങ്ങക്കായും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇറക്കി കൊടുക്കാം. അത് ചെമ്മീൻ കറിക്കുള്ളതാണ്, വറുത്തരച്ച തേങ്ങ. അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ ഒരു 100 ഗ്രാം. ഒരു വഴുതനങ്ങ മുറിച്ചത് ഇട്ട് കൊടുക്കുന്നു. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറി, വഴുതനങ്ങയും മുരിങ്ങക്കായുടെ ഒക്കെ. അതുപോലെ വെച്ചോക്കണേ. ഇപ്പം നമുക്ക് തുറന്നു നോക്കാം. വഴുതനയൊക്കെ കുറേശ്ശെ വേവായിട്ടുണ്ട് കേട്ടോ. മീനും കുറച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പച്ചമുളക്, 2 തക്കാളിയാണ്. തക്കാളി, കുറച്ച് കറിവേപ്പിലയും കൊത്തമല്ലി ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും നല്ലോണം തിളക്കട്ടെ കേട്ടോ. തിളച്ചതിന് ശേഷം ചെറിയ തീയിലിട്ട് വേവിക്കണം. ഇങ്ങനെ നല്ല പോലെ തിളച്ചല്ലോ, ഇനി ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിക്കുക. അപ്പോൾ അതിൻ്റെ സത്ത് വഴുതനങ്ങയുടെയും തക്കാളിയുടെയും ഒക്കെ സത്ത് ഇങ്ങനെ ഇറങ്ങി കിട്ടുമ്പോൾ ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. മീനും ഓവറായിട്ട് തീയിലിട്ട് വേവിക്കരുത്. ഒന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീയിലിടുക, സിമ്മിലിട്ടിട്ട് വേവിക്കുക. അപ്പോൾ അതിൻ്റെ ആയത്തിന് ഇങ്ങനെ വെന്തിറങ്ങുമ്പോൾ അതിൻ്റെ ആ രസമൊക്കെ ഇങ്ങനെ ചാറിലേക്ക് നല്ലപോലെ പറ്റി പിടിക്കും. അപ്പം ഞാൻ സിമ്മിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കട്ടെ. അടിപൊളിയുണ്ട്. ഞാൻ സ്വല്പം കൂടി ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കൂടാൻ നിൽക്കണ്ട. തൊലി അടക്കണം. മാങ്ങ എടുത്തേക്കണം. കുറച്ച് മാങ്ങ എടുത്തിട്ടുള്ളൂ, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഒരു പീസ് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് പുളി ചേർക്കണമെങ്കിൽ പുളി ചേർക്കാം. ഞാൻ തോലോടെ അടക്കണേ. ഇത് കഴിക്കൂല കേട്ടോ ഈ മാങ്ങ. പുളിയോ കുടമ്പുളിയൊക്കെ ചേർക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാട്ടോ. മാങ്ങയ്ക്ക് ഒരു വേവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പം നല്ലപോലെ തിളച്ചതിന് ശേഷം കുറച്ച് വെച്ചാൽ മതി. അപ്പം മാങ്ങ അധികം എന്തോ ഉടയൂല. അപ്പോൾ അതെ നല്ലപോലെ തിളച്ചല്ലോ. ഇനി നമുക്ക് സ്റ്റവ് കുറച്ച് വയ്ക്കാം, സിമ്മിലിടുക. അപ്പം മാങ്ങ അധികം എന്തോ ഉടയൂല. ആവശ്യത്തിനുള്ള പുളി ഇറങ്ങും ചെയ്യും. നമുക്ക് മാങ്ങ കഷ്ണം കടിച്ച് തിന്നാനും പറ്റും. അപ്പം നമ്മുടെ മീൻകറി പാകായി നോക്കാം. പാകായിട്ട് സൂപ്പറായി. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ മാങ്ങയൊന്നും വെന്തുടഞ്ഞിട്ടില്ല കണ്ട, തക്കാളി വെന്തുടഞ്ഞിട്ടില്ല, വഴുതനങ്ങ വെന്തുടഞ്ഞിട്ടില്ല, മുരിങ്ങക്കായും വെന്തുടഞ്ഞിട്ടില്ല കണ്ട. അപ്പം ഇതേപോലെ ഉടയാതെ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കുക. ചെറിയ സിമ്മിലിട്ട് വേവിക്കും. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ. നമുക്ക് കുറച്ച് കൊത്തമല്ലി ചപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇനി വേണ്ട, നിർബന്ധമൊന്നുമില്ല. കറിവേപ്പില തണ്ട്. എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കട്ടാ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.